ഇന്ന് പത്രവാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ER രാകേഷാണ്. ER രാകേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. എന്തൊക്കെയാണ് പത്രവിശേഷങ്ങൾ? ഇന്ധനവില എങ്ങനെ വർദ്ധിക്കുന്നത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. പത്രങ്ങളിലും അതുതന്നെയാണ് പ്രധാന വാർത്തയായി ഇടം പിടിച്ചിരിക്കുന്നത്. നമുക്ക് വിശദമായി തന്നെ നോക്കാം. മലയാള മനോരമയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ എന്തൊരു സ്പീഡ് എന്ന തലക്കെട്ടോടു കൂടിയാണ് മനോരമ വാർത്ത നൽകിയിരിക്കുന്നത്. കാരണം ഇന്ധനവില വീണ്ടും കൂടി 11 ദിവസത്തിനിടെ 4ാം തവണ എന്നാണ് മനോരമ നൽകിയിരിക്കുന്നത്. കൂട്ടിയത് പെട്രോളിന് 2 രൂപ 61 പൈസ, ഡീസലിന് 2 രൂപ 71 എന്ന് നൽകിയിരിക്കുന്നു. 2 മാസത്തിന് ശേഷം ക്രൂഡ് ഓയിൽ വില $100 താഴെ എന്നുകൂടി നൽകിയിരിക്കുകയാണ് മലയാള മനോരമ. മാത്രവുമല്ല, നികുതി ഡീസലിന് 7 രൂപ 53 പൈസയുടെയും ആകെ വർധനയുണ്ടായി. നികുതി ചേരുമ്പോൾ 10 രൂപയ്ക്കടുത്താണ് വില കൂട്ടുന്നത്. 4 വർഷത്തിന് ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ 15 മുതലാണ് വില കൂട്ടി തുടങ്ങിയത് എന്നുകൂടി നൽകിയിട്ടുണ്ട്. ജില്ലകളിലെ വിലയും ഒക്കെ തന്നെ മലയാള മനോരമ 1ാം പേജിൽ ഏതായാലും നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ കഠിന പരീക്ഷ എന്നാണ് മാതൃഭൂമി തലക്കെട്ട് നൽകിയിരിക്കുന്നത്. എണ്ണ വില കൊണ്ട് കൊല്ലാക്കൊല എന്നുകൂടി നൽകിയിരിക്കുന്നു. പഠിക്കണം, ചെലവ് ചുരുക്കാൻ എന്ന് ഇന്നലെ ധനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ കൂടി ഏതായാലും ഒപ്പം ഇതിനോട് കൂടി നൽകിയിട്ടുണ്ട്. എന്നിട്ടും കൂട്ടിയില്ലേ എന്ന് മാതൃഭൂമി ചോദിക്കുന്നുണ്ട്. അതിന് കാരണം ക്രൂഡ് ഓയിലിൻ്റെ വില $100 താഴെയാണ്. അതുകൊണ്ടാണ് അത്തരമൊരു തലക്കെട്ട് ഏതായാലും മാതൃഭൂമി നൽകിയിട്ടുള്ളത്. ഇന്നലെ കൂട്ടിയത് കണക്കുകൾ നൽകിയിരിക്കുന്നു. ഈ മാസം മൊത്തം പെട്രോളിന് 8 രൂപ കൂട്ടിയിരിക്കുന്നു, ഡീസലിന് 7 രൂപ 93 പൈസ കൂടി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന കാര്യം കൂടി നൽകിയിരിക്കുകയാണ്. ഏതായാലും മാതൃഭൂമി 1ാം പേജിൽ, ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ സമ്മർദ്ദത്തിൽ എന്ന വാർത്ത കൂടി 1ാം പേജിൽ നൽകിയിട്ടുണ്ട് മാതൃഭൂമി. കാരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമാണെങ്കിലും പശ്ചിമേഷ്യൻ പ്രതിസന്ധി വിദേശ നാണയ കരുതൽ ശേഖരത്തിൽ കടുത്ത സമ്മർദ്ദം ഉണ്ടാക്കുന്നതായാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രതികരണം കൂടി ഏതായാലും 1ാം പേജിൽ നൽകിയിട്ടുണ്ട് മാതൃഭൂമി. ഇനി ദേശാഭിമാനിയിലേക്ക് വരുമ്പോഴും പ്രധാനപ്പെട്ട വാർത്ത ഇന്ധന വില വർധനവ് തന്നെയാണ്. കാരണം എന്തൊരു കൊള്ള എന്ന തലക്കെട്ടോടു കൂടിയാണ് നൽകിയിരിക്കുന്നത്. ഇന്ധന വില കൂട്ടിയത് ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞപ്പോൾ എന്ന് നൽകിയിരിക്കുന്നു. 10 ദിവസത്തിനിടെ 4ാം തവണ കുത്തനെ ഉയർത്തി. ഒപ്പം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്ത കൂടി 1ാം പേജിൽ നൽകിയിരിക്കുകയാണ് ദേശാഭിമാനി. കാരണം സംസ്ഥാന സർക്കാരിന് അധികം കിട്ടുക 1191 കോടി എന്നാണ് 1ാം പേജിൽ നൽകിയിരിക്കുന്നത്. അധിക വരുമാനം ഉപേക്ഷിച്ചാൽ പെട്രോളിലും ഡീസലിലും ലിറ്ററിന് 2 രൂപ കുറയും എന്ന കാര്യം കൂടി ഏതായാലും ദേശാഭിമാനി 1ാം പേജിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പുതിയ സർക്കാർ വന്ന സമയമാണ്. അപ്പോഴാണ് ഇത്തരമൊരു വാർത്ത 1ാം പേജിൽ ഏതായാലും ദേശാഭിമാനി നൽകിയിട്ടുള്ളത്. ഒപ്പം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രതികരണം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റേത് പകൽ കൊള്ള എന്ന് 1ാം പേജിൽ ഏതായാലും ദേശാഭിമാനി നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂട്ടലോട് കൂട്ടൽ എന്നാണ് മാധ്യമം ഇതിന് നൽകിയിരിക്കുന്ന തലക്കെട്ട്. തുടരും ഇന്ധനഭാരമെന്ന് സുപ്രഭാതവും 1ാം പേജിൽ നൽകിയിട്ടുണ്ട്. കൊള്ള തുടരുന്നുവെന്നാണ് ചന്ദ്രികയുടെ തലക്കെട്ട്. പക്ഷേ വീക്ഷണത്തിൽ ഒരു സൈഡിൽ ഒരു ചെറിയ വാർത്തയായാണ് നൽകിയിരിക്കുന്നതെങ്കിൽ ജന്മഭൂമിയിൽ ഏതായാലും 1ാം പേജിൽ ഈ വാർത്ത ഇടം പിടിക്കുകയും ചെയ്തിട്ടില്ല. ഇനി മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ മുനമ്പം പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ നിൽക്കുകയാണ്. കാരണം മുനമ്പം പ്രശ്നത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൊക്കെ തന്നെ വിശദമായി വിശദീകരിച്ചിരിക്കുകയാണ്. ഏതായാലും മംഗളം അതിന് നൽകിയിരിക്കുന്ന തലക്കെട്ട് മുനമ്പം മുമ്പത്തേക്കാൾ സങ്കീർണം എന്നുള്ളതാണ്. ഭൂമി ഉമീദ് പോർട്ടലിൽ ചേർത്തതിനെതിരെ സമരസമിതി. നിലവിലെ വഖഫ് ബോർഡ് പിരിച്ചുവിടണമെന്ന ആവശ്യം. മുഖ്യമന്ത്രി VD സതീശനെ കണ്ട് പരാതി ഉന്നയിക്കും എന്ന കാര്യം കൂടിയൊക്കെ തന്നെ സമരസമിതിയുടെ പ്രതികരണമൊക്കെ തന്നെ നൽകിക്കൊണ്ടാണ് 1ാം പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ മംഗളം നൽകിയിരിക്കുന്നത്. ഒപ്പം മെട്രോ വാർത്തയിലും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മുനമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. വഖഫ് ബോർഡ് പണി തന്നു എന്നാണ് 1ാം പേജിലെ മെട്രോ വാർത്തയുടെ തലക്കെട്ട്. മുനമ്പൻ നിവാസികളെ ഒഴിപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ഒപ്പം മുഖ്യമന്ത്രിയുടെ ചിരി പത്രസമ്മേളനത്തിന് ശേഷം, വാർത്താ സമ്മേളനത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട ശേഷമുള്ള ഒരു ചിത്രം കൂടി നൽകിയിട്ടുണ്ട്. അതിന് നൽകിയിരിക്കുന്നത് ഇന്നലെയും അതേ ചിരി. മന്ത്രിസഭാ യോഗത്തിന് ശേഷം സെക്രട്ടേറിയറ്റ് മീഡിയ റൂമിൽ പത്രസമ്മേളനം കഴിഞ്ഞ് തൻ്റെ പുത്തൻ ശൈലിയിൽ ചിരിച്ചുകൊണ്ട് കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ എന്നാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും ദീപികയിലും ഇത് പ്രധാനപ്പെട്ട വാർത്തയാണ്. മുനമ്പം പാര വെച്ചത് മുൻ സർക്കാർ, ആരെയും കുടിയൊഴിപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി സതീശൻ എന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ദീപിക 1ാം പേജിൽ. ഏതായാലും ദേശാഭിമാനി പക്ഷേ ഈ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ദേശാഭിമാനി 1ാം പേജിൽ നൽകിയിട്ടുണ്ട്. ചെറിയൊരു വാർത്തയാണ്. മുനമ്പത്തിൽ മലക്കം മറിഞ്ഞ് സതീശൻ. മുനമ്പം വിഷയം 10 മിനിറ്റിൽ പരിഹരിക്കുമെന്ന വാഗ്ദാനത്തിൽ നിന്ന് മലക്കം മറിഞ്ഞ് മുഖ്യമന്ത്രി VD സതീശൻ എന്നാണ് ഏതായാലും ദേശാഭിമാനി ഈ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്നത്. മുനമ്പത്ത് നിന്ന് മറ്റു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു മധുവിന് കേസിലെ പ്രതികൾക്ക് ശിക്ഷ വിധിച്ച ഹൈക്കോടതിയുടെ നടപടി. ഏതായാലും എല്ലാ പത്രങ്ങളിലും ഇത്
ഒന്നാം പേജിൽ വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുണ്ട്. 12 പ്രതികൾക്ക് ജീവപര്യന്തം, മധുവിന് നീതി എന്നാണ് മാധ്യമം ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. വിചാരണ കോടതി വിധിച്ച 7 വർഷം ശിക്ഷയാണ് ഹൈക്കോടതി വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്ന് കൂടി മാധ്യമം നൽകിയിരിക്കുന്നു. ഒന്നാം പ്രതിയെ വെറുതെ വിട്ടു എന്ന കാര്യവും ഒന്നാം പേജിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മാധ്യമം മാത്രമല്ല, മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി, വീക്ഷണം തുടങ്ങിയ പത്രങ്ങളിലൊക്കെ തന്നെ ഒന്നാം പേജിൽ വലിയ പ്രാധാന്യത്തോടു കൂടി ഈ വാർത്ത ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും ദേശീയ വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ, ദേശീയ തലത്തിൽ NDA സർക്കാർ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 12 വർഷം തികയുകയാണ്. വ്യാഴവട്ടം തികച്ച് NDA സർക്കാർ എന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം നിലവിൽ നേട്ടങ്ങളും വെല്ലുവിളികളും കോട്ടങ്ങളൊക്കെ തന്നെ അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ആഘോഷത്തിൽ വീണ പാറ്റ എന്ന് ഇപ്പോഴത്തെ നിലവിലെ കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ബംഗാൾ പിടിച്ചത് വലിയ നേട്ടമായി ചൂണ്ടിക്കാണിക്കുന്നതിനൊപ്പം വീട് തോറും പ്രചാരണം, പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ സാഹചര്യത്തിലെ പ്രതിസന്ധികൾ മുന്നിൽ കണ്ട് ചെലവ് ചുരുക്കാൻ പ്രധാനമന്ത്രി തന്നെ ആഹ്വാനം ചെയ്തിരിക്കുന്നു. വൻ ആഘോഷ പരിപാടികളിലേക്ക് കടക്കാൻ BJPക്ക് കഴിയില്ല. വീട് വീടാതരം കയറിയുള്ള പ്രചാരണ പരിപാടികൾക്കാണ് BJP രൂപം നൽകിയിരിക്കുന്നതെന്ന് കൂടി മനോരമ ആ വാർത്തയിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ, മാതൃഭൂമി കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി ഉൾപേജിൽ നൽകിയിട്ടുണ്ട്. അതായത് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ കോക്രോച്ച് പാർട്ടി, പാറ്റകൾ പറന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ, ഓൺലൈനായി നിർദ്ദേശങ്ങൾ ക്ഷണിക്കും, അക്കൗണ്ട് മരവിപ്പിച്ചെതിരെ ഹൈക്കോടതിയിൽ എന്ന കാര്യമാണ് മാതൃഭൂമി വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുള്ളത്. ഒപ്പം ഇന്നലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞ കാര്യം കൂടി ഒരു ബോക്സ് വാർത്തയായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വിഷയം കേൾക്കാതെ സുപ്രീം കോടതി വൈകാരികമായി എടുക്കേണ്ടതില്ല എന്ന് ഇന്നലെ PIL പരിഗണിക്കുമ്പോഴുള്ള പരാമർശം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മാതൃഭൂമി ഏതായാലും ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഇനി മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ, മാതൃഭൂമി തന്നെ സംസ്ഥാനത്ത് കഴിഞ്ഞ 2 ദിവസങ്ങളും വലിയ ചർച്ചയായ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ടുള്ള മുൻ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ നിയമനം സംബന്ധിച്ച വാർത്ത നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുടെ നിയമനം ഭരണം മാറി കേൾക്കരുടെ ശത്രുക്കളും എന്നാണ് തലക്കെട്ട് അതിന് നൽകിയിട്ടുള്ളത്. ഭരണമാറ്റത്തിൽ പദവി മാറിയതോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കറുടെ ശത്രുക്കളും മാറിമറിഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും വിമർശനം നേരിടേണ്ടി വന്ന കേൽക്കർ ഇപ്പോൾ 2 കൂട്ടർക്കും പ്രിയപ്പെട്ടവൻ എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത് മാതൃഭൂമി. അവിടെ നിന്ന് നമുക്ക് കായിക വാർത്തകൾ, പ്രത്യേകിച്ച് ഫുട്ബോൾ ലോകകപ്പ് വരാനിരിക്കുകയാണ്. അപ്പോൾ ആരാധകരെ സംബന്ധിച്ച്, ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് ഒരു ആശങ്കയുണ്ടാക്കുന്ന വാർത്ത ഏതായാലും വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ പത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അത് മെസ്സിക്ക് പരുക്ക് ക്വസ്റ്റ്യൻ മാർക്കിട്ടുള്ളൊരു വാർത്തയാണ് ഏതായാലും മലയാള മനോരമ നൽകിയിരിക്കുന്നത്. മത്സരത്തിനിടെ തിരിച്ചു കയറി പരിക്കെന്നും അല്ലെന്നും വാദങ്ങൾ, മെസ്സിയുടെ ലോകകപ്പ് പങ്കാളിത്തത്തിൽ ആരാധകർക്ക് ആശങ്ക എന്നുള്ള വാർത്തയാണ് മലയാള മനോരമ കായിക പേജിൽ വലിയ പ്രാധാന്യത്തോട് നൽകിയിരിക്കുന്നു. മത്സരത്തിനിടെ ലോക്കർ റൂമിലേക്ക് മടങ്ങുന്ന മെസ്സിയുടെ ചിത്രം കൂടി ഏതായാലും അതിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കായിക വാർത്തകൾ, ഇന്ന് IPL 1ാം ക്വാളിഫയർ ആണ്. ബംഗളൂരു ഇന്ന് ഗുജറാത്തിനെ നേരിടുകയാണ്. 2 ക്യാപ്റ്റന്മാരുടെയും ചിത്രങ്ങളടക്കം വെച്ചുകൊണ്ടുള്ള വാർത്തയാണ് ഏതായാലും മലയാള മനോരമ നൽകിയിരിക്കുകയും ചെയ്യുന്നത്. കൂടാതെ മാധ്യമത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് 2 പ്രധാനപ്പെട്ട, ഒന്ന് പരിശീലകനായും മറ്റൊന്ന് താരം, അവരുടെ യാത്രയപ്പാണ് ഇന്നലെ കണ്ടത്. അതായത് മുഹമ്മദ് സാല, ലിവർപൂൾ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സ്ട്രൈക്കർ, അവരുടെ 3ാമത്തെ ഏറ്റവും വലിയ ഗോൾ സ്കോററായ സാല ഇന്നലെ ലിവർപൂളിൽ നിന്ന് അവസാന മത്സരത്തിന് ശേഷം അവർക്ക് വലിയ വൈകാരിക യാത്രയപ്പ് നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്ത 1ാം പേജിൽ നൽകിയിട്ടുണ്ട്. സാലായിനും പെപ്പനും യാത്രയപ്പ്, കണ്ണീരണിഞ്ഞ ആൻഫീൽഡും ഇത്തിഹാദും എന്ന വാർത്തയാണ് കായിക പേജിൽ ഏതായാലും മാധ്യമം നൽകുന്നത്. ഞായറാഴ്ച രാത്രി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ കൊട്ടിക്കലാശത്തിനായി ക്ലബ്ബുകൾ കളത്തിലിറങ്ങുമ്പോൾ പച്ചപ്പുൽ മൈതാനങ്ങളുടെ മധ്യത്തിൽ പന്തായിരുന്നില്ല താരം, പന്തിനു പിന്നാലെ പായുന്ന ക്യാമറ കണ്ണുകൾ, അതോടൊപ്പം തന്നെ തങ്ങളുടെ കരിയറിലെ നല്ലൊരു പങ്കും ചെലവഴിച്ച പ്രതിഭകളുടെ ദൃശ്യങ്ങൾ പലതവണ ഒപ്പിയെടുത്തു എന്നുള്ള വാർത്തയാണ് ഏതായാലും മാധ്യമം നൽകിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇനി എഡിറ്റോറിയലിലേക്ക് വന്നു കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഒരു പരാമർശം, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ യോഗത്തിനുള്ളിൽ നടത്തിയിട്ടുള്ള ഒരു പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയൽ. മുസ്ലിം ആശങ്കകൾ കേൾക്കപ്പെടേണ്ടത് എന്തിന് എന്നാണ് സുപ്രഭാതം ചോദിക്കുന്നത്. രാജ്യത്തെ മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ മുസ്ലിങ്ങളുടെ തന്നെ പ്രശ്നങ്ങളായി കാണണമെന്നും അതിനെ ന്യൂനപക്ഷ വിഷയങ്ങളുടെ കള്ളിയിൽ ഒതുക്കി ലളിതവൽക്കരിക്കരുതെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയ നിർദ്ദേശം രാജ്യത്തെ അതീവ ഗൗരവമുള്ള ഒരു വിഷയത്തിലെ ഇടപെടലായി വിലയിരുത്തപ്പെടുന്നു എന്നാണ് ഏതായാലും സുപ്രഭാതം ഈ എഡിറ്റോറിയലിൽ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും സേതുവിലേക്ക് പോവുകയാണ്. ഒരു നല്ല വാർത്താ ദിനം ഇന്ന് ഏതായാലും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഓക്കെ രാകേഷ്, അങ്ങനെ